ഇതിലെ പല സംഭവങ്ങളും റിയൽ ലൈഫിൽ ഇപ്പൊ എന്റെ ലൈഫോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും ഈ ഓടിച്ചിട്ടിലൊക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പല വസ്ത്രങ്ങൾ റോബറി ഉണ്ട്, അതുപോലെ ഫാമിലി എലമെന്റ്സ് ഉണ്ട്. ഉണപ്പം സാധനം നല്ല രാജേട്ടന്റെ നല്ല അടിപൊളി പടം എന്ന് വെച്ചാല് മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നിഷാം ബസീറിന്റെ ഒരു പടം എന്ന് പറയുമ്പോ തന്നെ അത് നല്ലൊരു ഇതാ. BGM ഒന്നും ഒരു രക്ഷയില്ല, തകർപ്പൻ. എങ്ങനെയുണ്ട് പൃഥ്വിരാജിന്റെ ഫൈറ്റ് ഒക്കെ? ഫൈറ്റൊന്നും ഒരു രക്ഷയില്ല, അടിപൊളി ഫൈറ്റ്. എങ്ങനെ റോബിൻ ഹുഡ് പോലത്തെ ഒരു പടമാണോ? ഒരു വേറെ റോബിൻ ഹുഡ് അല്ല, ഇത് വേറെ സംഭവം. തകർപ്പായുണ്ട്, എല്ലാരും അഭിനയിച്ചവരും എല്ലാരും നല്ല അടിപൊളിയുണ്ട്, സൂപ്പർ ഉണ്ട്. ഓക്കെ, സിനിമ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. രാജേട്ടന്റെ അഭിനയം എങ്ങനെയുണ്ട്? അല്ല, ജോഡിന്റെ അഭിനയം പൊളിച്ചിട്ടുണ്ട്. കാരണം ഇതില് നമുക്കിപ്പോ ഇപ്പൊ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഇതിലെ പല സംഭവങ്ങളും റിയൽ ലൈഫിൽ ഇപ്പൊ എന്റെ ലൈഫോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും ഈ ഓടിച്ചിട്ടിലൊക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പല വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ രാജീവന്റെ കഥാപാത്രം, രാജീവ് എന്ന കഥാപാത്രം കാഴ്ചവെക്കുന്നുണ്ട്. അതൊക്കെ ഒരു കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം കഥ വേറെയാണെങ്കിലും നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉള്ളതുകൊണ്ട് കഥ കണക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും വൺ ടൈം വാച്ചബിൾ ആണ്, തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. രാജുവേട്ടനാണെങ്കിലും നമ്മുടെ പാർവതി ചേച്ചിയാണ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ത്രില്ലിംഗ് ആണ്, ഫാമിലി ആണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കഥയിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നോബഡി എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫിൽ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല, പിന്നെ സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു കഥാപാത്രമാണ് ഈ ഒരു നോബഡി സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇപ്പൊ ഒരു ഫാമിലി ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു കഥ പോണ സ്ലോ ആയിട്ടാണ്, പക്ഷെ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓണാവാനുള്ള മരുന്നുകൾ ഇട്ട് തരുന്നുണ്ട്. ഇപ്പൊ മ്യൂസിക് ആയാലും ആക്ഷൻ സീൻസ് ആയാലും ഒക്കെ എല്ലാം ഉണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് എന്തായാലും എൻജോയ് ചെയ്യാം. പിന്നെ ഇതുവരെ കാണാത്തൊരു പൃഥ്വിരാജിന്റെ ഒരു മാനറിസവും കാര്യങ്ങളൊക്കെ. റോബറി ഉണ്ട്, അതുപോലെ ഫാമിലി എലമെന്റ്സ് ഉണ്ട്, സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് പടം പറയുന്നുണ്ട്. പടം കാണുമ്പോൾ നമുക്ക് പല മുഖങ്ങളും ഓർമ്മ വരും, കാരണം സോഷ്യലി കണക്റ്റ് ആണ് പടം. എല്ലാം നല്ല അടിപൊളി. ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എന്തായാലും ആ ഡയറക്ടറും ആ റൈറ്ററിലും നന്നായിട്ട് ചെയ്തു. തിയേറ്ററിൽ തന്നെ വന്നതാണ്, നല്ല രസമുണ്ട്. നമ്മള് വേറെ പറയൊന്നുമില്ല, തിയേറ്ററിൽ തന്നെ വന്നതാണ്. പൃഥ്വിരാജിന്റെ അഭിനയം എങ്ങനെയുണ്ട്? ഇതിന്റെ റൈറ്റിങ്, ഡയറക്ഷൻ, ആക്ടിങ് എല്ലാം നല്ല രസമാണ്. ഫസ്റ്റ് ഹാഫ് നല്ല ഇന്റർവെൽ പച്ചൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഒന്നും പറയില്ല, വേറെ ഒന്നും പറയില്ല. പിന്നെ സ്കോർ ജെക്സ് ബിജോയ് എല്ലാരും പോയി കാണണം. ഒരുപാട് ട്വിസ്റ്റുകളുള്ള എന്താ പറയാ, നമ്മൾ കൊടുത്ത കാശ് മുതലാവുന്ന ഒരു സിനിമ. ഫാമിലിക്ക് ഉറപ്പായിട്ടൊരു ഗിഫ്റ്റ്. നല്ല സിനിമ. അല്ല, നല്ല രസമുള്ള പടമാണ്. എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. ഞാൻ കൂടുതലായിട്ട് പറയുന്നത് റോബറി ആണോ? ഏതാ റോബറി സ്റ്റോറി തന്നെയാണ് ഈ പടം കാണാം. ഇതിന് മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉണ്ട് ഈ പടത്തിന്. ആ പടം കണ്ടു കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവും. നമുക്ക് തന്നെ കുറെ ചോദ്യങ്ങൾ നമുക്ക് തന്നെ തോന്നാനും തുടങ്ങും. അപ്പൊ അങ്ങനെ എല്ലാം ഗംഭീരമാണ്. പടം എന്തായാലും തിയേറ്ററിൽ പോയി കാണാം.